പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു എങ്കിലും എങ്ങനെ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് പോലുമില്ല. ഞാൻ വലിയവൻ, എൻ്റെ കാര്യം വലുത്. ഒരു കുടുംബജീവിതത്തിലാണെങ്കിൽ തന്നെയും അന്യോന്യം സഹകരിച്ച് ജീവിക്കുന്നില്ല. അത് ആര് ഭർത്താവ് തല കുടിച്ചാലും ഭാര്യ തല കുടിക്കത്തില്ല. അതിനുദാഹരണമാണ് മകളെ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വെളിയിലൊക്കെ പോയി വന്നു. ഞാൻ സാധാരണ ദേവാലയത്തിൽ പോയി രാവിലെ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഭാര്യയോട് ചോദിക്കുക പ്രാർത്ഥിക്കാൻ. ഞാൻ നോക്കിയപ്പോൾ ബൈബിൾ എടുത്ത് പടിഞ്ഞാറ് ജനൽ തുറന്നു വെച്ചുകൊണ്ട് കർട്ടൻ മാറ്റി കത്തോലിക്കരുടെ അപരാധിച്ച പുസ്തകം വായിക്കുന്നു. ഞാൻ ചോദിച്ചെന്തുവാ? ഞാൻ പറഞ്ഞു, ദാനിയേൽ അവൻ സിംഹക്കുഴി വീഴുന്നതിന് മുമ്പ് അവൻ കിഴക്കോട്ട് കിളിവാതിൽ തുറന്നിരുന്ന് പ്രാർത്ഥിച്ചത്. പിഴുതീരെന്തോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് വാ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെങ്കിൽ കേൾക്കാനുള്ള മനസാക്ഷി എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലാതെ പോയി. അതിനെക്കുറിച്ച് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അത് കാലം അതിക്രമിച്ചു പോയി. ഇതൊക്കെ ഇനിയും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ക്ഷമിച്ചും സഹിച്ചും ഓരോന്നും നിൽക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം. മനുഷ്യൻ്റെ അനീതിക്കെതിരെ ദൈവത്തിൻ്റെ കോപം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് അപ്പോസ്തലപ്രവൃത്തികളാണ്. വിശ്വസിക്കുന്ന യവനും ആദ്യ യവനും പിന്നെ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്ക് ഉള്ള ദൈവശക്തിയാവുന്നുവല്ലോ. ആദ്യം ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ആരുടെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അനീതി കൊണ്ട് സത്യത്തെ അടിച്ചമർത്താമെന്ന മനുഷ്യരുടെ സകല അഭക്തിയും അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യമായതെല്ലാം അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവൻ്റെ അദൃശ്യ സ്വഭാവങ്ങൾ ലോകാരംഭം മുതൽ അവൻ്റെ സൃഷ്ടികളിലൂടെ വ്യക്തമായി കണ്ടു മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ അവർക്ക് ഒരു പറയാൻ സാധ്യമല്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തുകയോ അവൻ സ്തോത്രം അർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ തങ്ങളുടെ നിയമങ്ങൾ വ്യർത്ഥമായി തീർന്നു. അവരുടെ മൂഢഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനിയെന്ന് സ്വയം പറഞ്ഞ അവർ മൂഢരായി തീർന്നു. അക്ഷയനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അവർ ക്ഷയിച്ചു പോകുന്നു. മനുഷ്യൻ്റെയും പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെയും രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ നിന്നും സ്വന്തം ശരീരങ്ങൾ അന്യോന്യം അപമാനപ്പെടുത്തുവാൻ അശുദ്ധിയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു.
ദൈവത്തിൻ്റെ സത്യം അവൻ വ്യക്തമാക്കി മാറ്റി. സൃഷ്ടാവിനേക്കാളധികം സൃഷ്ടിയെ ആരാധിച്ചു, ശുശ്രൂഷ ചെയ്തു. അവൻ എന്നേക്ക് മാറ്റപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് ദൈവം അവരെ അപമാനകരമായ വികാരങ്ങൾ കേൾപ്പിച്ച് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക വാഴ്ചയ്ക്ക് പകരം സ്വാഭാവിക വിരുദ്ധമായത് സ്വീകരിച്ചു. അതുപോലെ പുരുഷന്മാരും സ്ത്രീകളുമായുള്ള സ്വാഭാവിക വേഴ്ച ഉപേക്ഷിച്ച് പരസ്പരം കാമാസക്തരായി. പുരുഷന്മാർ ലജ്ജാകരമായത് ചെയ്തു. തങ്ങളുടെ തെറ്റിന് തക്ക ശിക്ഷ തങ്ങളിൽ തന്നെ പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിലനിൽക്കുവാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നിഷ്കൃഷ്ട ബുദ്ധിക്കിലേക്ക് വിട്ടുകളഞ്ഞു. ഇതിൽ നിന്ന് മക്കളെ നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പോപ്പ് ഇക്കാലം ചെയ്ത പോപ്പ് പറഞ്ഞു, സ്വർഗഭോഗികൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, അവരെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല, അവരെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിർത്തണം. ആദയ ദൈവത്തിലുണ്ടായില്ല, സ്വതകുമാരെ നശിപ്പിച്ച അതിനു വേണ്ടിയാണ്. എങ്കിലും ഇതൊക്കെ കാലകാലങ്ങളിൽ ഓരോ വിധത്തിലും ഓരോ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് വേറെ പറയില്ല, ഇന്നൊരു വീട്ടിൽ സമാധാനമില്ല. പ്രാർത്ഥന എന്തെന്ന് തന്നെ ഒരു വീട്ടിലൊരാളിനും അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഞാൻ എന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും. ഇന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ബാ എൻ്റെ അടുത്ത് വന്നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൾ അടുത്ത റൂമിൽ ജലിൻ്റെ പാളികൾ തുറന്ന് കഷ്ടം തുറന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് കത്തോലിക്കിൻ്റെ ബൈബിൾ വായിക്കുക. എനിക്ക് വല്ലാത്ത എന്താണ്, ഞാൻ പറഞ്ഞത് തെറ്റായി പോയതുകൊണ്ടാണോ എന്തോ എന്ന് കരുതില്ല. ഏതായതുകൊണ്ട് മക്കളെ, അന്ത്യകാലം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊള്ളുക. ആരെയും ന്യായീകരിക്കലൊക്കത്തില്ല. ദൈവം വന്ന ആദിയിൽ മനുഷ്യ സൃഷ്ടി ആണും പെണ്ണുമായിട്ടാണെങ്കിൽ ഇന്ന് ആ ആണും പെണ്ണും വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കിയാൽ നല്ലത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.